അങ്ങനെ ഞാൻ കോട്ടേൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കോട്ടേൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നിരിക്കുന്നത് ജോധ അക്ബർ എന്നുള്ള മൂവിയൊക്കെയാണ് മെയിൻലി നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ ഈ ജോധ അക്ബറിലൊക്കെ കാണുന്ന പോലെയൊക്കെയുള്ള ഒരു ഫാബുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാർവലസ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. ഈ ആർക്കിടെക്ചേഴ്സൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സാൻഡ് സ്റ്റോൺ പോലുള്ള സ്റ്റോൺ വെച്ചിട്ടാണ് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്ന ആർക്കിടെക്ചേഴ്സൊക്കെ. അപ്പോൾ ഇതിലെ കൊത്തുപണികളൊക്കെ നോക്കിയാൽ അറിയാം എന്താ ഡീറ്റെയിലിംഗ് എന്നുള്ളത്. പിന്നീട് ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് രാജാക്കന്മാരുടെ ആ പ്രതാപവും അതുപോലെയുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ എത്ര റിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നറിയാം. ഇതാണ് ശീർഷ് മഹൽ എന്ന് പറയുന്നത്. ശീർഷ് മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് കണ്ണാടി അതിൻ്റെ ഉള്ളിൽ നോക്കിയേ. അതാണ് ഈ കണ്ണാടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ തന്നെ ഇത് ഫൂൽ മഹൽ എന്ന് പറയും. ഫൂൽ മഹൽ എന്നൊക്കെ പറയുന്ന ഒരു ആർക്കിടെക്ചേഴ്സാണ്. അതാണ് ഇതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ലൈഫിലൊന്ന് കാണണം. അതാണ് നമ്മുടെ രാജാക്കന്മാർ എത്രത്തോളം ഗ്രാൻഡായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ഈ കാണുന്ന കട്ടിലായിരുന്നു പണ്ട് ഈ രാജാവ് വിശ്രമിച്ചിരുന്നിരുന്നത്, അതേപോലെ കിടന്നിരുന്നത്. ഇതൊക്കെ നമുക്കൊരു അത്ഭുതമാണ് പലപ്പോഴും കാണുമ്പോൾ. ഇത്രയും ചെറിയൊരു കട്ടിലാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം കൊത്തുപണികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കലാകാരന്മാരുടെ നാടായിരുന്നു ജോധ്പൂർ എന്നുള്ളത്.